നമസ്കാരം. ശിലാദി എന്നുള്ളൊരു പേര് പ്രേക്ഷകരിൽ പലർക്കും പരിചയമുള്ളൊരു പേരായിരിക്കില്ല. പക്ഷേ ഭാരതത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തിയുള്ളൊരു പേരാണ് ശിലാദി. റാണാ സംഗയുടെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപനും ഒരു സാമന്ത രാജാവുമൊക്കെയായിരുന്നു ശിലാദി. ബാബറുമായിട്ടുള്ള ആദ്യ യുദ്ധങ്ങളിൽ ബാബറെ പരാജയപ്പെടുത്തുവാൻ റാണാ സംഗയെ സഹായിച്ചതിലൊരു പ്രധാനി ശിലാദിയായിരുന്നു. പക്ഷേ ഖാൻവാ യുദ്ധത്തിൽ റാണാ സംഗയെ ചതിച്ച് 30,000 രജപുത്ര സൈനികരുമായി മുഗളന്മാരുമായി ചേരുകയും റാണാ സംഗ അത്തരത്തിലൊരു ചതിയിലൂടെ റാണാ സംഗയെ പരാജയപ്പെടുത്തുകയും ചെയ്തൊരു വ്യക്തിയാണ് ശിലാദി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബർ അപ്പോഴേക്കും റാണാ സംഗയിൽ നിന്ന് തുടർച്ചയായി നേരിട്ട പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിലെത്തിയിരുന്നു. അപ്പോഴാണ് ശിലാദിയുമായി ബാബർ ബന്ധപ്പെടുന്നതും റാണാ സംഗയെ ചതിക്കുവാൻ ശിലാദിയെ പ്രേരിപ്പിക്കുന്നതും ശിലാദി അതിന് സമ്മതിക്കുന്നതും. ഖാൻവാ യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് രജപുത്ര സൈന്യം വിജയിച്ചു എന്നുള്ളൊരവസ്ഥയിൽ ഒരു ഇടുങ്ങിയ ഇടനാഴിയിലേക്ക് ബാബറെ ഏതാണ്ട് ഒതുക്കി അവിടെ വെച്ച് ഇരുവശത്തു നിന്നും ആക്രമിച്ച് അവസാനിപ്പിക്കാം എന്നുള്ളൊരു രണനീതി തയ്യാറാക്കി അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ പിന്നിൽ നിന്ന് ബാബറെ ആക്രമിക്കുവാനുള്ള സൈന്യം രണ്ടായി മുറിഞ്ഞ് റാണാ സംഗയ്ക്കെതിരെ തിരിയുവാൻ ശിലാദി അതിനെ അത്തരമൊരു തന്ത്രമൊരുക്കുന്ന അത്തരത്തിലാണ് ഖൻവാ യുദ്ധത്തിൽ റാണാ സംഗ പരാജയപ്പെടുന്നത്. ഈ ശിലാദിയുടെ ചരിത്രം ഇപ്പോൾ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാലത്തും ഭാരതത്തിലെ പ്രധാന യുദ്ധങ്ങൾ, അധിനിവേശകരുമായിട്ടുള്ള പ്രധാന യുദ്ധങ്ങൾ ഭാരതത്തിലെ വീരന്മാർ പരാജയപ്പെടുവാനുള്ള കാരണം പിൽക്കാലത്ത് പലരും വെടിമരുന്നുകളുടെ ഉപയോഗമാണ്. ഈ ബാബറുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ബാബർ റാണാ സംഗയെ ഖാൻവാ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് വെടിമരുന്നുകളുടെ ഉപയോഗം കൊണ്ടാണ് എന്ന് പറയുന്നു. മുൻപ് ബാബർ ഭാരതം ആക്രമിച്ചപ്പോൾ തന്നെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ സമയത്തെല്ലാം ബാബറുടെ കയ്യിൽ ഈ വെടിമരുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ബാബർ ദയനീയമായ പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിയത്. വെടിമരുന്നുകളൊന്നുമായിരുന്നില്ല കാരണം. ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭാരതത്തിൻ്റെ വീരപുത്രന്മാർ, ഭാരതത്തിൻ്റെ രക്ഷാധികാരികളെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ചില ചതിയന്മാരുടെ ചതിപ്പണികൾ കാരണം തന്നെയാണ് ഭാരതത്തിന് എല്ലാ കാലവും അധിനിവേശകരിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ചതിയന്മാർ പിന്നെയും ചരിത്രത്തിൽ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ രൂപത്തിലാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ രൂപത്തിലാണെങ്കിലും ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ചരിത്രകാരന്മാരുടെ രൂപത്തിലാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ രൂപത്തിലാണെങ്കിലും. രാഹുൽ ഈശ്വറിനെ എന്തുകൊണ്ട് ചതിയൻ എന്ന് വിളിക്കുന്നു? രാഹുൽ ഈശ്വറിനെ ഒരു മെന്നിസ്റ്റ് എന്നൊക്കെ വിളിക്കാം, ഫെമിനിസ്റ്റ് പോലെ മെന്നിസ്റ്റാണ്, പല പൊട്ടത്തരങ്ങളും കാണിച്ചു നടക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നുള്ളൊരു ധാരണ പൊതുവെ പ്രേക്ഷകരുടെ ഇടയിലുണ്ട്. ഒരു സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു പ്രശസ്തിക്ക് വേണ്ടി ദാഹിച്ച് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്നവർ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ധരിച്ചു വശായിരിക്കുന്ന ഒരു പ്രതിച്ഛായ. പക്ഷേ അതിലും വളരെ ആഴത്തിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു സ്വരൂപം രാഹുൽ ഈശ്വറിനുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം രാഹുൽ ഈശ്വറിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ ഈ പൊതുമണ്ഡലങ്ങളിലേക്കുള്ള ഒരു ഉയർച്ചയുടെ ചരിത്രം എന്ന് എടുത്തു കഴിഞ്ഞാൽ, ശബരിമലയിൽ തന്ത്രിയായിട്ടും പൂജ ചെയ്യുവാനും ഒക്കെയുള്ളൊരു ശ്രമം നടത്തി എതിർപ്പുകളെ തുടർന്ന് അതിൽ നിന്ന് പിൻവാങ്ങി കുറച്ചു കാലം നിശബ്ദനായിരുന്നു. കേരള ഹൗസ് എന്നുള്ളൊരു മഞ്ഞ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ചില ഇക്കിളി കഥകളുണ്ടല്ലോ, അത്തരത്തിൽ ആ നിലവാരത്തിലുള്ളൊരു പരിപാടിയിൽ പങ്കെടുത്ത് അതിലും കുറേ ചീത്തപ്പേര് സമ്പാദിച്ച് പിന്നെയും കുറേ കാലം നിശബ്ദനായിരുന്നു. ഒടുവിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും രാഹുൽ ഈശ്വർ പൊങ്ങി വരുന്നത്. അക്കാലത്തുള്ള രാഹുൽ ഈശ്വറിൻ്റെ പ്രവൃത്തികളൊന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമല പോലെ ഹിന്ദുക്കൾ പരിപാവനമായി കാണുന്നൊരു സന്നിധാനത്ത് ആവശ്യം വന്നാൽ രക്തം വീഴ്ത്തി അല്ലെങ്കിൽ അശുദ്ധമാക്കി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു എൻ്റെ പദ്ധതി അല്ലെങ്കിൽ ഞങ്ങളുടെ പദ്ധതികൾ വയർലെസ്സുമൊക്കെയായി തയ്യാറാക്കി വെച്ചിരുന്നു. അത്തരത്തിലുള്ള നിരവധി അവകാശവാദങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ഇതിലൊന്നും ഒരു പകുതി പോലും സത്യമല്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ളൊരു മനസ്ഥിതി വെച്ച് പുലർത്തുന്ന ഒരാൾ എന്തു തന്നെ ആയിക്കോട്ടെ, കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സമരം നടന്നത് അല്ലെങ്കിൽ ആ പ്രക്ഷോഭം നടന്നത്, പ്രതിഷേധം നടന്നത്? ശബരിമലയുടെ സന്നിധാനം ആചാരങ്ങൾ ലംഘിച്ച് അശുദ്ധമാക്കപ്പെടരുത് എന്നുള്ളൊരു ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു ആ പ്രതിഷേധം നടന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഷേധത്തിന്
സന്നിധാനം അശുദ്ധമാക്കി ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് കടക്കും എന്നുള്ളൊരു ലക്ഷ്യവുമായി വരുന്ന ഒരാൾ എന്തായാലും ഹിന്ദുക്കളുടെ ഒരു സ്നേഹിതനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെയും പ്രശ്നം തീർന്നില്ല. അതൊരു പക്ഷേ രാഹുൽ ഈശ്വർ സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്പാദിച്ചു കൂട്ടിയ ചീത്തപ്പേരുകളെല്ലാം ഒന്ന് മാറ്റി പൊതുമണ്ഡലത്തിൽ പുതിയൊരു രൂപത്തിൽ അവതരിക്കുവാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രയോജനവും ഉണ്ടായിട്ടുണ്ട്. കാരണം റിപ്പബ്ലിക് TV ഉൾപ്പെടെയുള്ള ദേശീയ ചാനലുകളിൽ ചർച്ചകൾക്ക് ക്ഷണിക്കപ്പെടുകയും അർണബ് ഗോസ്വാമിയെ പോലുള്ളവരുമായി നേരത്തെ തന്നെ ഡൽഹിയിൽ അദ്ദേഹം ആസ്ഥാനമാക്കി കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹം തുടങ്ങുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. കാരണം ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മലയാളമാകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ അത്യാവശ്യം ഹിന്ദി ആകട്ടെ വളരെ സുഗമമായും സരസമായും അദ്ദേഹം കൈകാര്യം ചെയ്യും. വളരെ ഒഴുക്കോടുകൂടി തന്നെ ഈ 3 ഭാഷകളിലും അദ്ദേഹം സംസാരിക്കും. ഹിന്ദിയിലധികം അദ്ദേഹം സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഹിന്ദിയും അദ്ദേഹത്തിന് വഴങ്ങുന്നൊരു ഭാഷ തന്നെയാണ്. എന്തായാലും മലയാളവും ആംഗലേയവും അദ്ദേഹത്തിന് വളരെ സുഗമമായി വഴങ്ങുന്ന ഭാഷകളായതുകൊണ്ട് തന്നെ ഇത്തരം ദേശീയ ചാനലുകളിൽ വളരെ ശ്രദ്ധേയമായൊരു മുഖമായി, അതും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുക്കളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ അവതരിപ്പിക്കുന്നതിൽ രാഹുൽ ഈശ്വർ ആ സമരകാലത്ത്, ശബരിമല പ്രക്ഷോഭകാലത്ത്, പ്രതിഷേധകാലത്ത് വിജയിച്ചു. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് നേടിയ പ്രശസ്തിയുമായി കുറച്ചു കാലം എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് ഹാദിയ കേസ് വരുന്നത്, അഖില ഹാദിയ കേസ്. അവിടെയാണ് ഈ ചതിയുടെ പ്രതിച്ഛായ ആദ്യമായി വെളിപ്പെട്ട് വരുന്നത്. പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. കാരണം അഖില ഹാദിയ കേസിൻ്റെ ഒരു നാൾ വഴികൾ പരിശോധിച്ചാൽ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അഖിലയെ അശോകനൊപ്പം, അത് അഖിലയുടെ പിതാവായ അശോകനൊപ്പം കുടുംബത്തിനൊപ്പം മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുവാനുള്ള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ എറണാകുളത്തുണ്ടായി. ജഡ്ജിയുടെ കസേര പ്രതീകാത്മകമായി കത്തിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. എന്നിട്ട് പോലും ഹൈക്കോടതി വഴങ്ങിയില്ല. ജഡ്ജിമാരാരും തരിമ്പും ഭയപ്പെട്ടില്ല ഈ ഭീകരവാദികൾ. അതോടുകൂടി ഭീകരവാദികൾ ഹതാശരായൊരവസ്ഥയിലെത്തി. നേരത്തെ ബാബർ എങ്ങനെ ഹതാശനായോ അത്തരത്തിലുള്ള ഒരു ഹതാശത ഇവരെ പിടികൂടി, നിരാശാബോധം ഇവരെ പിടികൂടി എന്നുള്ളത് വാസ്തവമാണ്. കാരണം അഖിലയെ അവരുപേക്ഷിച്ചു എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് എത്തിച്ചേർന്നു. ആ സമയത്ത് തന്നെ അഖിലയുടെ കുടുംബം കുറച്ച് ക്രിയാത്മകമായി അഖിലയെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി ആ കുട്ടി മടങ്ങി വരുവാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ ആണ് ആധുനിക ശിലാതിരംഗ പ്രവേശം ചെയ്യുന്നത്. അശോകനെ പറഞ്ഞു മയക്കി വീട്ടിനുള്ളിൽ പ്രവേശിച്ച് അഖിലയ്ക്ക് ഇപ്പോഴും തിരിച്ച് SDPIയിലേക്ക് പോകുവാനാണ് താല്പര്യം. SDPI എന്ന് ക്ഷമിക്കണം, പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും കാരണം ഒരു സാന്ദർഭികമായി തെറ്റാണെങ്കിൽ പോലും യാഥാർത്ഥ്യം അത് തന്നെയാണ്. തിരിച്ച് ഈ ഒരു കൂട്ടത്തിലേക്ക് പോകുവാനാണ് താല്പര്യം എന്നുള്ള നിലയിലൊരു വീഡിയോ രാഹുൽ ഈശ്വർ പുറത്തുവിടുകയും അതോടുകൂടി അതുവരെ നിരാശയിലേക്ക് വീണുകൊണ്ടിരുന്ന SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും എല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുകയും അതിൻ്റെ ഫലമായി സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഇനി ആ ചതി എന്ന് ഞാൻ എടുത്തു പറയുവാനുള്ളൊരു കാരണം കൂടിയുണ്ട്. അതിന് ഇത്രയും കാര്യങ്ങൾ ഒരു പെൺകുട്ടിയുടെ ജീവനെയും ആ പെൺകുട്ടിയുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് മഹാനായ രാഹുൽ ഈശ്വർ സാർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊരു ചോദ്യം മാത്രം. ഇതിൻ്റെ ഒരു പരിണാമമുണ്ടായല്ലോ, ഒരു പരിസമാപ്തി ഉണ്ടായല്ലോ ഈ കേസിന്. അതിനുശേഷം ഹാദിയയ്ക്ക്, അഖിലയെ പൂർണ്ണമായി ഹാദിയയായി മാറി, ഹാദിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതറിയാൻ എപ്പോഴെങ്കിലും ക്യാമറ പോയിട്ട് ഒരു മൈക്രോഫോണെങ്കിലും തൂക്കിക്കൊണ്ട് ഈ സാറ് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ സരളമായി നമുക്ക് പറയാം, അല്ലെങ്കിൽ നിസ്സാരമായി നമുക്ക് പറയാം, അങ്ങനെ പോയാൽ കയ്യും കാലും ഇല്ലാതെ ഈശ്വർ സാറിനെ കാണാൻ വളരെ വൃത്തികേടായിരിക്കുമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം പോകില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനോ സമുദ്ധായോദ്ധാരകനോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനായി പോരാടുന്ന ധീരനായ ഒരു പോരാളിയോ അല്ല. സ്വന്തം പ്രതിച്ഛായ കൂടുതൽ പൊതുമണ്ഡലങ്ങളിൽ എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ താനൊരു എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളൊരു രീതി ഒരു വശത്ത്, മറുവശത്ത് ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് വേണ്ടി ശിലാതിപ്പണി ചെയ്യുന്ന ഒരു ചതിയൻ്റെ ഒരു മനോഭാവം അതും ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അഖിലയെ പൂർണ്ണമായി ഹാദിയയാക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് തണുത്തുറഞ്ഞു പോയൊരു SDPI PFI ആഗ്രഹങ്ങളെ തീ കൊടുത്തുണർത്തി, അല്ലെങ്കിൽ അതിലേക്കൊരു കനലിട്ട് വീണ്ടും ആളിക്കത്തിച്ച് അഖിലയെ പൂർണ്ണമായി ഹാദിയയാക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹം
സ്വന്തം ജോലി പൂർത്തിയാക്കി മാളത്തിലേക്ക് വീണ്ടും പോയി. പിന്നീട് അദ്ദേഹം ഹാദിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഒരു പരാമർശവും പൊതുമണ്ഡലത്തിൽ നടത്തി പൊതുമാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലോ മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഹാദിയ എന്നുള്ളൊരു പേര് പോലും അദ്ദേഹം വളരെ ഒഴുക്കൻ മട്ടിൽ ഉച്ചരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരാമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഗൗരവതരമായിട്ടുള്ളൊരു പരാമർശം അഖില ഹാദിയെക്കുറിച്ച് പിന്നീട് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ചരിത്രം കൃത്യമായി നിരീക്ഷിക്കുന്നത് കൊണ്ടുമാണ് അദ്ദേഹം ഒരു ശിലാദിയാണെന്ന് ഞാൻ വ്യക്തമായ ഉറപ്പോടുകൂടി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം കുംഭമേള പെൺകുട്ടി എന്ന് വൈറലായിട്ടുള്ള പെൺകുട്ടിയുണ്ടല്ലോ, ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു വാദം നിലനിൽക്കുന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പോലും പരാമർശിക്കുവാൻ പാടില്ല. പക്ഷേ കേരളത്തിൽ ഒരു പ്രസിദ്ധ പെയിൻറ്റിങ്ങിൻ്റെ പേരിൽ ആ പെൺകുട്ടി അറിയപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേരല്ല. ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് മറ്റൊന്നാണ്. ഈ പേര് കുംഭമേളയിൽ ആ പെൺകുട്ടിയുടെ വെള്ളാരം കണ്ണുകളും മനോഹരമായ ചിരിയും വൈറലായതിനു ശേഷം ആ പെൺകുട്ടിക്ക് ലഭിച്ചൊരു വിളിപ്പേരാണ്. ഒരു പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായൊരു പെയിൻറ്റിങ്ങിൻ്റെ പേരാണ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പേരാണ്. ആ പെയിൻറ്റിങ്ങിൻ്റെ ചിരി വളരെ പ്രസിദ്ധമാണ്. കണ്ണുകളിലെ ഭാവവും വളരെ ഒരു എന്താ പറയുക, ആശയ സംവാദങ്ങൾക്കിടയായിട്ടുള്ളൊരു ഭാവമാണ്. ആ ഭാവം ഇന്നതാണ് അല്ല ഇന്നതാണെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ പേരാണ്. ഒരു വിഷയത്തിൽ നിന്ന് വിട്ടുപോയെങ്കിലും കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഒന്ന് നീട്ടിപ്പരത്തി പറഞ്ഞു എന്ന് മാത്രം. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഏതാണ്ട് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത്. കാരണം ആ പെൺകുട്ടിയുടെ ഒരു ജനന സർട്ടിഫിക്കറ്റ് വരെ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരും നിയമപാലകരും അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിധികളെല്ലാം അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളെല്ലാം ഇനി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു അവസാന തീരുമാനം ഇത് സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു തർക്കം നിലനിൽക്കുന്ന അവസ്ഥയിൽ നിരവധി വിമർശനങ്ങൾ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാൻ മുന്നിട്ടിറങ്ങിയ CPI നേതാക്കൾക്ക് നേരെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPIയുടെ MP ആയിട്ടുള്ള A റഹീം, ഇവരെല്ലാം നേരെ ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വീണ്ടും ശിലാദി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പറയുന്നത് ഫർമാൻ എന്ന ഒരു പാവം മുസൽമാൻ യുവാവിൻ്റെ ജീവിതം തകർക്കുവാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ ഇറങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി മുഴുവനായി CPMനെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് ആ പ്രസ്താവനയിൽ കാണുവാൻ സാധിക്കും. കോൺഗ്രസിനെ പോലും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഈ സമയത്ത് കേരള സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ്, ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി. ആ പെൺകുട്ടിക്ക് അന്ന് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ അന്ന് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു. വിവാഹം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവരെല്ലാം കാർമ്മികത്വത്തിൽ അത്തരത്തിലുള്ളൊരു ലവ് ജിഹാദിന് കൂട്ടുനിന്ന സമയത്ത് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രായപൂർത്തി ആയത് റിവേഴ്സ് ആയോ എന്നറിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയും ഒരു പ്രകടനവുമായി വീണ്ടും ശിലാദി ഈശ്വർ പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എല്ലാ കാലത്തും ഇത്തരം ശിലാദികളാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ നാശത്തിനോ അല്ലെങ്കിൽ ഒരു ഇടിവിനോ കാരണമാകുന്നത്. പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ല ഹൈന്ദവ സമൂഹം, അത് സനാതനധർമ്മത്തിൻ്റെ ഒരു മേന്മയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചതിയന്മാർ കാലാകാലങ്ങളിൽ നശിപ്പിക്കുവാനുള്ള ശ്രമത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ ശ്രമവുമായി ഏതൊക്കെ അധിനിവേശ ശക്തികൾ വന്നിട്ടുണ്ടോ ആ ശക്തികൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി ഒരുപക്ഷെ അവരിലേക്ക് സ്വയം മതവും മനവും പരിവർത്തനം ചെയ്ത് ശിലാദി ചെയ്തതുപോലെ, ശിലാദി അങ്ങനെ ചെയ്തിരുന്നു. ഒടുവിൽ ക്രൂരമായി അവരാൽ തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. അത് ശിലാദിയുടെ ചരിത്രം. രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു വിധി ഉണ്ടാകണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്തായിരിക്കും വിധിയെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇനി രാഹുൽ ഈശ്വറിലേക്ക് തിരിച്ചു വന്നാൽ, ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുമണ്ഡലങ്ങളിൽ ഇവരുടെ പ്രവർത്തികളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നവരോ ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത സാധാരണക്കാർക്ക്, അവരിൽ ചിലർക്കെങ്കിലും ഇവനൊരു മണ്ടനാണ് എന്നുള്ളൊരു പ്രതിച്ഛായ ഇയാളെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു വിഭാഗമുണ്ടാകും. മറ്റൊരു വിഭാഗം ഉണ്ടാകും, ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാകും. കാര്യമായിട്ട് ക്രിയാത്മകമായിട്ടാണല്ലോ ഇയാൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഈ ഒരു മെന്നിസ്റ്റ് വാദഗതി ഉണ്ടല്ലോ, മെന്നിസം, ഫെമിനിസം പോലെ മെന്നിസം വാദഗതിയുമായിട്ട്, പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള വാദഗതി പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് വളരെ ന്യായമായൊരു ആവശ്യമാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യാജ പീഡന കേസുകളിലും
കുരുങ്ങി പുരുഷന്മാരുടെ ജീവിതം തകരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വൈവാഹിക ജീവിതത്തിൽ പോലും ഭർത്താവിനെതിരെ ഭാര്യമാർ ഇത്തരം പീഡനാരോപണങ്ങൾ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നാം കണ്ടിട്ടുണ്ട്. പുരുഷന്മാർ പലപ്പോഴും നിയമത്തിൻ്റെ പരിരക്ഷ സ്ത്രീക്ക് കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയും നാം കണ്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വാർത്തകളിൽ നിരന്തരമായി കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ഒരുപക്ഷെ രാഹുൽ ഈശ്വർ പറയുന്ന ആ ഒരു ന്യായം വളരെ കൃത്യമായ ഒരു ആവശ്യകതയായി, കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായി തോന്നുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിൽ കുറച്ച് സത്യങ്ങളും വസ്തുതകളും ഉണ്ടെന്നുള്ള കാര്യം ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ആ ഒരു ന്യായത്തിൻ്റെ പുറത്ത് മാത്രം രാഹുൽ ഈശ്വറിൻ്റെ പ്രതിച്ഛായ ചിലരുടെയെങ്കിലും മനസ്സിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പതിക്കപ്പെട്ടിട്ടുണ്ട്. ആ പതിക്കപ്പെടലാണ് ഹൈന്ദവ സമൂഹത്തിന് അപകടമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് ആ സമൂഹത്തെ ചിതല് പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും ചെയ്യുന്നത്. അത് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലത്താവട്ടെ, അഖില ഹാദിയയുടെ കാര്യത്തിലാവട്ടെ, ഇപ്പോൾ ഈ കുംഭമേള വിവാദത്തിലാകട്ടെ, ഇതിലെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിന് നേരെതിരായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കൃത്യമായും ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് തംബ്നെയിലിൽ പറഞ്ഞതുപോലെ അബ്ദുൾ നാസർ മദനിയെപ്പോലുള്ള ഭീകരവാദികളെക്കാൾ കൂടുതൽ ഹൈന്ദവ സമൂഹം സൂക്ഷിക്കേണ്ടതും ഭയക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും ഇത്തരം ശിലാദികളായിട്ടുള്ള രാഹുൽ ഈശ്വർമാരെയാണ്. കാരണം അബ്ദുൾ നാസർ മദനിയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റൌഫോ അല്ലെങ്കിൽ ഇപ്പോൾ അകത്ത് കിടക്കുന്ന ബാക്കിയുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നതതല നേതാക്കളോ ഒക്കെയാണെങ്കിൽ, തടിയൻ്റെ വിട നസീറോ, ഒസാമ ബിൻ ലാദനോ, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദികളോ, ഹാഫിസ് സയ്യിദോ, ആരോ ആയിക്കോട്ടെ, ഈ ഭീകരവാദികളുടെ എല്ലാം പ്രഖ്യാപിത ലക്ഷ്യം എന്തുവാണ് എന്ന് കൃത്യമായിട്ട്, അത് എന്താണ് അവരുടെ ലക്ഷ്യം, എന്തിനാണ് അവർ പ്രവർത്തിക്കുന്നത്, അവർ എന്ത് ക്രൂരതയും ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കാഫിറുകളായ എന്നെയും നിങ്ങളെയും കൊല്ലുവാൻ മടിക്കില്ല, ഇല്ലാതാക്കുവാൻ മടിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞും നമുക്കവരുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടും ആശയങ്ങൾ എന്താണെന്ന് ഒരു കുറച്ച് ധാരണയുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാം. കാരണം നേർക്ക് നേരെ എതിരിടുന്ന എതിരാളികളാണവർ. പക്ഷേ ആ എതിരാളികൾക്ക് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും പിന്നിൽ നിന്ന് ചതിപ്പണി ചെയ്യുന്ന ഇത്തരം ശിലാദികളാണ് അബ്ദുൾ നാസർ മദനിയെക്കാളുമോ ഒസാമ ബിൻ ലാദനേക്കാളുമോ ഹാഫിസ് സയ്യിദിനെക്കാളുമോ തടിയൻ്റെ വിട നസീറിനെക്കാളുമോ അപകടകാരികൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പറഞ്ഞു വെട്ടുന്ന ശത്രുവിനെ തടുക്കുവാൻ നമുക്ക് സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേ നമ്മുടെ തോളിൽ കൈയിട്ട് കഴുത്തിൻ്റെ പിന്നിൽ കത്തികുത്തി ഇറക്കുന്ന ശിലാദിമാരെ തടയുവാൻ നമ്മുടെ കയ്യിൽ മാർഗങ്ങളില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് എന്തും മുഖവിലക്കെടുത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ശീലം നമ്മുടെ ധർമ്മത്തിലുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച് ഇത്തരത്തിലുള്ള ചതിപ്പണികൾ കാണുന്നതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ, അല്ലെങ്കിൽ നമ്മുടെ ആറാം ഇന്ദ്രിയത്തിനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൗർഭാഗ്യവശാൽ ഹൈന്ദവ സമൂഹത്തിനെ ഭാരതത്തിലൊട്ടാകെ തള്ളിവിട്ടിട്ടുണ്ട് കാലാകാലങ്ങളായി നമ്മുടെ മേൽ അധിനിവേശം നടത്തിയവർ. അതുകൊണ്ട് തന്നെയാണ് ശിലാദിയുടെ ചരിത്രം ഉൾപ്പെടെയുള്ള ഇത്തരം ചതിയന്മാരുടെ, ജയചന്ദിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, പൃഥ്വിരാജിനെ ചതിച്ച ജയചന്ദിൻ്റെ കാര്യമാകട്ടെ, ഭാരതത്തെ ചതിച്ച വ്യാജഗാന്ധിമാരുടെ കാര്യമാകട്ടെ, ഖിലാഫത്തിനെ പിന്തുണച്ച് ഭാരതത്തെ ചതിച്ച ഗാന്ധിജിയുടെ ചരിത്രമാകട്ടെ, ഇതെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ മയപ്പെടുത്തുകയോ നേർപ്പിക്കുകയോ ചെയ്ത് നമ്മുടെ മുമ്പിലെത്തിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് ഈ കണ്ണുകെട്ടൽ, നമ്മുടെ ആറാം ഇന്ദ്രിയത്തിൻ്റെ കണ്ണുകെട്ടൽ തുടങ്ങിയത്. അത്തരത്തിലുള്ളൊരു കണ്ണുകെട്ടലിലാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം. വടക്കേ ഇന്ത്യയിലൊക്കെ കുറേയൊക്കെ അത്തരത്തിലൊരവസ്ഥയിൽ സ്വയം ആ സമൂഹം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിലാദികളെ തിരിച്ചറിയുന്നതിൽ അവർ കുറച്ചുകൂടി നമ്മേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. കുറച്ചുകൂടി എന്നല്ല, കാതങ്ങൾ തന്നെ മുൻപിലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇന്നും അവരുടെ ആറാം ഇന്ദ്രിയം മൂടിക്കെട്ടപ്പെട്ട അവസ്ഥയിലാണ് തുടർന്നു പോകുന്നത്. അത് വിനിയോഗിച്ചുകൊണ്ട്, അത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം ശിലാദികളെ ജിഹാദികൾ കൃത്യമായി ഉപയോഗിച്ച് ഹൈന്ദവ സമൂഹത്തിനെ പിന്നോട്ടടിക്കുന്നത്, ഹൈന്ദവ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും സന്തോഷത്തോടു കൂടി തന്നെ, ഇത്തരം രാഹുൽ ഈശ്വരന്മാർ അത്തരം പ്രവൃത്തികൾ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയണമെന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ വിഷുദിനത്തിൽ പ്രേക്ഷകരോടുള്ള ഏക അപേക്ഷ. അപ്പോൾ നല്ലൊരു കാര്യം എന്തെങ്കിലും പറഞ്ഞ് വിഷുദിനം പ്രേക്ഷകരുടെ മുമ്പിൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമ്മതിക്കില്ല, എന്ത് ചെയ്യുവാനാണ്. എന്നിരുന്നാലും രാഹുൽ ഈശ്വരന്മാരെ അബ്ദുൾ നാസർ മദനിയേക്കാളും സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായൊരു വിഷു
ആശംസിക്കുന്നു. തത്വമയി ന്യൂസിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ വ്യക്തിപരമായ ആശംസകളുമായി വിഷു സന്തോഷകരമായി സമൃദ്ധമായി മുന്നോട്ട് പോകട്ടെ. വരുന്ന വർഷത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും പ്രേക്ഷകർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.